നമസ്കാരം. പ്രധാന വാർത്തകൾ. കുന്നംകുളത്ത് ബൈക്ക് നിയന്ത്രണം വിട്ട് ഇലക്ട്രിക് പോസ്റ്റിലിടിച്ച അപകടം 2 യുവാക്കൾക്ക് ദാരുണാന്ത്യം. കാവലക്കാട് സ്വദേശികളായ സുഹൃത്തുക്കളാണ് മരിച്ചത്. ചാവക്കാട് തിരുവത്ര അത്താണി ദേശീയപാതയിൽ അജ്ഞാത വാഹനമിടിച്ച് ബൈക്ക് യാത്രികൻ മരിച്ചു. ചൊവ്വന്നൂരിൽ ലഹരി മാഫിയ ആക്രമണം. ചീരൻ വീട്ടിൽ മിനിയുടെ വീടിന്റെ ജനൽ ചില്ലുകൾ 4-അംഗ സംഘം തകർത്തു. കുടുംബത്തിനെതിരെ കൊലവിളിയും. പെലക്കാട്ട് പയ്യൂരിൽ ബന്ധുവായ പെൺകുട്ടിയെ ശല്യം ചെയ്തത് ചോദ്യം ചെയ്തതിന് വീട് അടിച്ചു തകർത്തു. കുടുംബാംഗങ്ങൾക്ക് നേരെയും ആക്രമണം. കുന്നംകുളത്ത് ഓടിക്കൊണ്ടിരുന്ന BMW കാറിന് തീപിടിച്ചു. കാറിലുണ്ടായിരുന്ന കുടുംബം അത്ഭുതകരമായി രക്ഷപ്പെട്ടു. പഴഞ്ഞി സ്കൂൾ ഗ്രൗണ്ടിൽ തീപിടുത്തം. സ്റ്റേജിന് സമീപം കൂട്ടിയിട്ടിരുന്ന പാഴ്ശിഖരങ്ങൾക്കാണ് തീപിടിച്ചത്. എരുമപ്പെട്ടിയിൽ കുന്നിൻ പറമ്പിലും അഗ്നിബാധ. മലയാളത്തിന്റെ ഭാവഗാനം നിലച്ച് 1 വർഷം. നിത്യവിസ്മയം തീർത്ത ഭാവഗാനങ്ങൾ കൊണ്ട് മലയാളി മനസ്സിൽ ചിരപ്രതിഷ്ഠ നേടിയ P. ജയചന്ദ്രന്റെ ഓർമ്മകൾക്ക് ഒരാണ്ട്. വാർത്തകൾ വിശദമായി. കുന്നംകുളത്ത് ബൈക്ക് നിയന്ത്രണം വിട്ട് ഇലക്ട്രിക് പോസ്റ്റിലിടിച്ചുണ്ടായ അപകടത്തിൽ 2 യുവാക്കൾക്ക് ദാരുണാന്ത്യം. കാവലക്കാട് സ്വദേശികളായ സുഹൃത്തുക്കളാണ് മരിച്ചത്. വെള്ളിയാഴ്ച പുലർച്ചെ കാണിയാമ്പാലിലായിരുന്നു നാടിനെ നടുക്കിയ അപകടം. കാവിലക്കാട് നാടിനെ കണ്ണീരിലഴ്ത്തിയാണ് ആ വിയോഗ വാർത്ത എത്തിയത്. കാവിലക്കാട് കൂളിയാട്ടിൽ പ്രകാശന്റെ മകൻ 26 വയസ്സുകാരനായ പ്രണവ്, സുഹൃത്തും കാവിലക്കാട് മമ്പറമ്പിൽ വീട്ടിൽ 27 വയസ്സുള്ള ജിഷ്ണു എന്നിവരാണ് മരിച്ചത്. വെള്ളിയാഴ്ച പുലർച്ചെ 2 മണിയോടെയായിരുന്നു അപകടം. കാണിപ്പയ്യൂരിൽ നിന്നും ചായ കുടിച്ച ശേഷം ബൈക്കിൽ വീടുകളിലേക്ക് മടങ്ങുകയായിരുന്നു ഇവർ. കാണിയമ്പാൽ പനങ്ങായി ഇറക്കത്തിലെത്തിയപ്പോൾ ബൈക്കിന്റെ നിയന്ത്രണം നഷ്ടപ്പെടുകയും റോഡരികിലെ ഇലക്ട്രിക് പോസ്റ്റിലേക്ക് ഇടിച്ചു കയറുകയുമായിരുന്നു. ഇവർക്കൊപ്പം മറ്റൊരു ബൈക്കിൽ സുഹൃത്തുക്കളുമുണ്ടായിരുന്നു. കുറച്ചു ദൂരം പിന്നിട്ടിട്ടും പ്രണവിനെയും ജിഷ്ണുവിനെയും കാണാത്തതിനെ തുടർന്ന് ഇവർ തിരികെ വന്ന് നടത്തിയ പരിശോധനയിലാണ് അപകട വിവരം അറിയുന്നത്. ഉടൻ തന്നെ കുന്നംകുളം മലങ്കര ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. തുടർ നടപടികൾക്കായി മൃതദേഹങ്ങൾ കുന്നംകുളം താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി. കാവിലക്കാട് ഗ്രാമം ഇപ്പോഴും നടുക്കത്തിൽ നിന്ന് മോചിതരായിട്ടില്ല. അപ്രതീക്ഷിതമായുണ്ടായ അപകടം സുഹൃത്തുക്കളായ 2 യുവാക്കളുടെ ജീവൻ കവർന്നെടുത്തതിന്റെ ആഘാതത്തിലാണ് വീട്ടുകാരും നാട്ടുകാരും. നാട്ടിലെ എല്ലാ കാര്യങ്ങൾക്കും മുൻപന്തിയിൽ നിൽക്കുന്ന 2 ചെറുപ്പക്കാർ, പ്രണവും ജിഷ്ണുവും. സുഹൃത്തുക്കളായവർ മരണത്തിലും ഒരുമിച്ച് യാത്രയായി വീട്ടുകാരെയും നാട്ടുകാരെയും സുഹൃത്തുക്കളെയും ഒരുപോലെ കണ്ണീരിലാഴ്ത്തിക്കൊണ്ട്. വിദേശത്തായിരുന്ന ജിഷ്ണു 3 ദിവസം മുമ്പാണ് നാട്ടിലെത്തിയത്. കാവിലക്കാട് പൂരം ആഘോഷമാക്കാനായിരുന്നു ജിഷ്ണുവിന്റെ വരവ്. പ്രണവ് നാട്ടിലെ വെൽഡിംഗ് തൊഴിലാളിയാണ്. ഇരുവരും ചേർന്ന് സുഹൃത്തായ ഹേമന്തിനെ തിരുവനന്തപുരത്തേക്ക് ബസ് കയറ്റിവിടാൻ പോയതായിരുന്നു. ശേഷം കാണിപ്പയ്യൂരിൽ നിന്ന് ചായ കുടിച്ച ശേഷം ഇരുവരും വീട്ടിലേക്ക് മടങ്ങുമ്പോഴായിരുന്നു അപ്രതീക്ഷിത അപകടം യുവാക്കളുടെ ജീവൻ കവർന്നത്. മരണവിവരം കാവലക്കാട് ഗ്രാമത്തിന് താങ്ങാവുന്നതിലും അപ്പുറമാണ്. ഇന്നലെ വരെ കളിച്ചു ചിരിച്ച ഒപ്പമുണ്ടായിരുന്നവർ ഇരുട്ടി വെളുക്കുന്നതിനു മുമ്പ് ഇല്ലാതായെന്ന് വിശ്വസിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലാണ് വീടും നാടും. കാവിലക്കാട് കൂളിയാട്ടിൽ പ്രകാശ് ജയ ദമ്പതികളുടെ ഏക മകനാണ് പ്രണവ്. മകന്റെ വിയോഗവാർത്ത ഇപ്പോഴും ഇവർക്ക് ഉൾക്കൊള്ളാനായിട്ടില്ല. പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം പ്രണവിന്റെ സംസ്കാരം നാളെ നടത്തും. മരിച്ച ജിഷ്ണുവിന് ഒരു സഹോദരി കൂടിയുണ്ട്. പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ജിഷ്ണുവിന്റെ സംസ്കാരം നടത്തി. ചൊവ്വന്നൂരിൽ ലഹരി മാഫിയ ആക്രമണം. സമുദ്രാനഗറിൽ വ്യാഴാഴ്ച രാത്രി 11 മണിയോടെയാണ് ലഹരി മാഫിയ സംഘത്തിന്റെ ആക്രമണം ഉണ്ടായത്. ചീരൻ വീട്ടിൽ മിനിയുടെ വീടിന്റെ ജനൽ ചില്ലുകൾ 4-അംഗ സംഘം തകർത്തു. കുടുംബത്തിനെതിരെ കൊലവിളി നടത്തിയ സംഘം പുലർച്ചെ 3 മണിയോടെ വീണ്ടും തിരിച്ചെത്തി. പ്രദേശത്തെ ആളൊഴിഞ്ഞ പറമ്പ് കേന്ദ്രീകരിച്ച് അപരിചിതരായ യുവാക്കൾ ലഹരി ഉപയോഗവും വിപണനവും നടത്തുന്നത് മിനിയുടെ മകൻ മിഥുൻ ചോദ്യം ചെയ്തിരുന്നു. ഇതിന്റെ പ്രതികാരമായാണ് സംഘം മാരകായുധങ്ങളുമായി വീടിന് നേരെ ആക്രമണം നടത്തിയതെന്ന് പറയുന്നു. പരാതിയെ തുടർന്ന് കുന്നംകുളം പോലീസ് അന്വേഷണം ആരംഭിച്ചു.
ചാവക്കാട് തിരുവത്ര താണി ദേശീയപാതയിൽ അജ്ഞാത വാഹനമിടിച്ച് ബൈക്ക് യാത്രികൻ മരിച്ചു. മണത്തല സ്വദേശി കുന്നത്ത് അബൂബക്കർ മകൻ 44 വയസ്സുള്ള ഒലീദാണ് മരിച്ചത്. അപകടത്തെ തുടർന്ന് എടക്കഴിയൂർ കെൻസ് ആംബുലൻസ് പ്രവർത്തകർ തൃശൂർ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. കുന്നംകുളത്ത് ഓടിക്കൊണ്ടിരുന്ന BMW കാറിന് തീപിടിച്ചു. കാറിലുണ്ടായിരുന്ന കുടുംബം അത്ഭുതകരമായി രക്ഷപ്പെട്ടു. പുറകെ വന്ന വാഹനത്തിലെ യാത്രക്കാരുടെ സംയോജിതമായ ഇടപെടലാണ് വൻ ദുരന്തം ഒഴിവാക്കിയത്. വെള്ളിയാഴ്ച വൈകിട്ട് 6 മണിയോടെ പട്ടാമ്പി റോഡിൽ പാറയിൽ സെന്റ് ജോർജ് പള്ളിക്ക് മുന്നിലായിരുന്നു നടക്കുന്ന സംഭവം. പെരുമ്പിലാവ് സ്വദേശി മണികണ്ഠന്റെ ഉടമസ്ഥതയിലുള്ള BMW സെഡാൻ കാറാണ് പൂർണ്ണമായും കത്തിനശിച്ചത്. അപകടം നടക്കുമ്പോൾ മണികണ്ഠനും ഭാര്യയും കുട്ടിയുമാണ് കാറിലുണ്ടായിരുന്നത്. ഓടിക്കൊണ്ടിരുന്ന കാറിന്റെ പിൻഭാഗത്തെ ഡോറിനടിയിൽ നിന്നും പുക ഉയരുന്നത് തൊട്ടുപിന്നാലെ വന്ന വാഹനത്തിലെ യാത്രക്കാരാണ് ആദ്യം കണ്ടത്. ഇവർ തുടർച്ചയായി ഹോൺ മുഴക്കി മുന്നറിയിപ്പ് നൽകിയതോടെ മണികണ്ഠൻ വാഹനം റോഡരികിലേക്ക് ഒതുക്കി നിർത്തി. കാറിൽ നിന്നും പുക ഉയരുന്നത് ശ്രദ്ധയിൽപ്പെട്ട ഉടൻ തന്നെ കുടുംബം പുറത്തിറങ്ങിയതിനാൽ വൻ ദുരന്തമൊഴിവായി. വാഹനം നിർത്തി നിമിഷങ്ങൾക്കകം കാറിൽ തീ പടരുകയായിരുന്നു. തുടർന്ന് നാട്ടുകാർ അറിയിച്ചതിനെ തുടർന്ന് കുന്നംകുളം അഗ്നിരക്ഷാസേനയും പോലീസും സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനം ആരംഭിച്ചു. തീ ആളിപ്പടർന്ന സാഹചര്യത്തിൽ ഗുരുവായൂർ അഗ്നിരക്ഷാ നിലയത്തിൽ നിന്നും കൂടുതൽ ഫയർ എഞ്ചിനുകൾ എത്തിയാണ് തീയണച്ചത്. അപകടത്തെ തുടർന്ന് കുന്നംകുളം പട്ടാമ്പി പാതയിൽ ഏറെ നേരം ഗതാഗതം തടസ്സപ്പെട്ടു. പഴഞ്ഞി സ്കൂൾ ഗ്രൗണ്ടിൽ തീപിടുത്തം. സ്റ്റേജിന് സമീപം കൂട്ടിയിട്ടിരുന്ന പാഴ്മര ശിഖരങ്ങൾക്കാണ് വ്യാഴാഴ്ച രാത്രി 11 മണിയോടെ തീപിടിച്ചത്. ഓടിക്കൂടിയ നാട്ടുകാർ തീയണയ്ക്കാൻ ശ്രമം നടത്തിയെങ്കിലും സാധിച്ചില്ല. വിവരമറിയിച്ചതിനെ തുടർന്ന് കുന്നംകുളത്തു നിന്നും ഫയർഫോഴ്സ് എത്തിയാണ് തീയണച്ചത്. തീപിടിക്കാനുണ്ടായ കാരണം വ്യക്തമല്ല. സ്റ്റേജിന് മുകളിലേക്കും റോഡിലേക്കും അപകട ഭീഷണിയായി നിന്നിരുന്ന മരശിഖരങ്ങളാണ് മുറിച്ചുമാറ്റി കൂട്ടിയിട്ടിരുന്നത്. ബന്ധുവായ പെൺകുട്ടിയെ ശല്യം ചെയ്തത് ചോദ്യം ചെയ്തതിന് ചൂണ്ടൽ പെലക്കാട്ട് പയ്യൂരിൽ വീട് അടിച്ചു തകർത്ത് കുടുംബത്തെ ആക്രമിച്ചു. ഗൃഹനാഥൻ പെലക്കാട്ട് പയ്യൂർ സ്വദേശി 65 വയസ്സുള്ള പ്രകാശനും ഭാര്യയ്ക്കുമാണ് പരിക്കേറ്റത്. വെള്ളിയാഴ്ച പുലർച്ചെ 12:30യോടെയായിരുന്നു സംഭവം. പ്രകാശന്റെ ബന്ധുവായ പെൺകുട്ടിയെ അക്രമികളിൽ ഒരാൾ പുറകെ നടന്ന് ശല്യം ചെയ്തത് പ്രകാശന്റെ മകൻ ചോദ്യം ചെയ്തിരുന്നു. ഇതേ തുടർന്നുള്ള വൈരാഗ്യമാണ് ആക്രമണത്തിന് പിന്നിലെന്ന് പ്രകാശൻ പറഞ്ഞു. 4 അംഗ സംഘം പ്രകാശൻ കുടുംബമായി താമസിക്കുന്ന പെലക്കാട്ടുപയ്യൂരിലുള്ള വീട്ടിലേക്ക് അതിക്രമിച്ചു കയറി വാളുകൊണ്ട് വെട്ടുകയും വീടിന്റെ ജനൽ ചില്ലും കട്ടിലും സോഫാ സെറ്റും ദിവാൻ കോട്ടും വീടിന്റെ മുമ്പിൽ പാർക്ക് ചെയ്തിരുന്ന പെട്ടി ഓട്ടോയും 2 ബൈക്കുകളും അടിച്ചു തകർക്കുകയും ചെയ്യുകയായിരുന്നു. അക്രമികൾ കയ്യിൽ കരുതിയിരുന്ന വാൾ ഉപയോഗിച്ച് തലയ്ക്ക് വെട്ടാൻ ശ്രമിക്കുന്നതിനിടെ കൈകൊണ്ട് തടഞ്ഞതോടെയാണ് കൈക്ക് വെട്ടേറ്റത്. ഇതോടെ കൈക്ക് പരിക്കേറ്റു. സമീപത്തെ കട്ടിലിൽ കിടന്നിരുന്ന പ്രകാശിന്റെ ഭാര്യയെയും അക്രമി സംഘം മർദ്ദിച്ചതായി പറയുന്നു. മർദ്ദനത്തിൽ പരിക്കേറ്റ ഇരുവരും ആദ്യം കുന്നംകുളം താലൂക്ക് ആശുപത്രിയിലും പിന്നീട് കുന്നംകുളം ദയാ റോയൽ ആശുപത്രിയിലും ചികിത്സ തേടി. സംഭവത്തിൽ കുന്നംകുളം പോലീസിൽ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് കേസെടുത്ത് അക്രമികൾക്കായി അന്വേഷണം ആരംഭിച്ചു. എരുമപ്പെട്ടി തിപ്പല്ലൂർ മാഞ്ഞാർ പാടത്ത് കാട്ടുപന്നികൾ നെൽകൃഷി നശിപ്പിക്കുന്നത് പതിവാകുന്നു. പന്നികളെ വെടിവെക്കുന്നതിന് ഷൂട്ടറുടെ സേവനം കൃത്യമായി നൽകുവാൻ പഞ്ചായത്ത് നടപടി സ്വീകരിക്കണമെന്ന് കർഷകർ ആവശ്യപ്പെട്ടു. എരുമപ്പെട്ടി കൃഷിഭവന് കീഴിലുള്ള മാഞ്ഞാർ പാടത്ത് 77 ഏക്കർ വിസ്തൃതിയിലാണ് നെൽകൃഷിയുള്ളത്. ഇതിൽ പല ദിവസങ്ങളിലായി നെൽവയലുകളിലെ 1.5 ഏക്കറോളം സ്ഥലത്തെ നെൽകൃഷി കാട്ടുപന്നികൾ നശിപ്പിച്ചു. രാപ്പകൽ വ്യത്യാസമില്ലാതെ കൂട്ടത്തോടെ വയലിലിറങ്ങുന്ന പന്നികൾ നെൽച്ചെടികൾ കുത്തിമറിക്കുകയും വരമ്പുകൾ നശിപ്പിക്കുകയും ചെയ്യുന്നത് പതിവായിരിക്കുകയാണ്. അർദ്ധരാത്രിയിലും പുലർച്ചെയും കർഷകർ കാവലിരുന്ന് പാട്ട കൊട്ടിയും പടക്കം പൊട്ടിച്ചും പന്നികളെ തുരത്താൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഇത് പ്രായോഗികമാകുന്നില്ല. മഞ്ഞാർപ്പാടം പാടശേല എരുമപ്പെട്ടി കൃഷിഭവന്റെ കീഴിലാണ്. ഇവിടെ ഇപ്പോൾ സ്റ്റാർട്ടിങ് മുതലേ പന്നിയുടെ ശല്യം ഭയങ്കര രൂക്ഷമാണ്. ഇപ്പോൾ 1 മാസം കൊണ്ട് കഴിയണം കൊയ്യണമെങ്കിൽ. ഇതുവരെയ്ക്കും പഞ്ചായത്തിൽ ഞങ്ങൾ അപേക്ഷിച്ച് ഷൂട്ടർ ഏർപ്പാടാക്കിയെങ്കിലും കാര്യം ഉണ്ടായില്ല. ഒരുപാട് കൃഷിയാണ് ഡെയിലി വന്നിട്ട് കുത്തി നാശാക്കുന്നത്. രാത്രി 12 വരെ ഞങ്ങളിവിടെ കാവലിരിക്കുന്നുണ്ട്. എന്നിട്ടും കാര്യമൊന്നുമില്ല. പകലും ഇറങ്ങുന്നുണ്ട്. ഇപ്പോൾ ഇന്നലെയും പകൽ വന്നു. ഇന്നലെ രാത്രി വന്നിട്ട് ഒരുപാട് കുത്തി നാശാക്കിയിട്ടുണ്ട്. സർക്കാർ സഹകാരമൊന്നും ഇതിനായിട്ടൊന്നും ഇല്ല.
അല്ല ഇതൊന്നും ഇതുവരെ കിട്ടിയിട്ടില്ല. കിട്ടാനായിട്ട് അറിവില്ല. വെടിവെക്കാൻ ഷൂട്ടറെ ലഭിക്കാൻ എരുമപ്പെട്ടി പഞ്ചായത്തിലും കൃഷിഭവനിലും അപേക്ഷ നൽകിയിട്ടുണ്ടെങ്കിലും സേവനം കൃത്യമായി ലഭിക്കുന്നില്ല എന്ന പരാതിയും കർഷകർക്കുണ്ട്. ഇപ്പോൾ ഒരു 1.5 ഏക്കറോളം എന്തായാലും 2 ഭാഗം കൂടിയിട്ടാകുമ്പോൾ അതിൽ മേലെ ഉണ്ടാവുള്ളൂ. ഒന്നായിട്ടല്ല, പല സ്ഥലങ്ങളായിട്ട് ഒരു 1.5 ഏക്കറോളം എന്തായാലും നാശമായിട്ടുണ്ട്. ഞങ്ങൾ വൈകിട്ട് വന്നിട്ട് പടക്കം പൊട്ടിക്കും, അങ്ങനെ കുറേ നേരം വന്നിരിക്കും, കുറേ ടിന്നുമ പൊട്ടും, പക്ഷെ അതൊന്നും ഏൽക്കണില്ല. പടക്കം പൊട്ടിച്ച് കഴിഞ്ഞാൽ അപ്പുറത്തെ കണ്ടത്തും അതെ. ഇത് കൃഷിനാശം സംഭവിച്ച കർഷകർക്ക് ധനസഹായം നൽകാൻ സർക്കാർ തയ്യാറാകണമെന്നും അല്ലാത്തപക്ഷം കൃഷി ഉപേക്ഷിക്കേണ്ട സാഹചര്യമാണെന്നും കർഷകർ പറയുന്നു. എടക്കഴിയൂർ സയ്യിദ് ഹൈദ്രോ സിംബിച്ചിക്കോയ് തങ്ങളുടെയും സഹോദരി സയ്യിദ് ഫാത്തിമ ബി കുഞ്ഞിബീവിയുടെയും ജാറത്തിലെ 168ാമത് ചന്ദനക്കുടം കൊടിക്കുത്ത് നേർച്ചയ്ക്ക് തുടക്കമായി. രാവിലെ കൊഴപ്പാട്ട് അയ്യപ്പൂവിന്റെ വസതിയിൽ നിന്ന് ആദ്യ കാഴ്ച ആരംഭിച്ചു. 10 മണിയോടെ ജാറം അങ്കണത്തിലെത്തി. രാത്രി തിരുമുൽ കാഴ്ച, സർഗോ ഫെസ്റ്റ്, കോളനി ഗെല്ലെ ഫെസ്റ്റ്, ഗൾസർ ഫെസ്റ്റ്, അവതാർ ഫെസ്റ്റ്, വടക്കൻസ് തുടങ്ങി വിവിധ ക്ലബ്ബുകളുടെ നേതൃത്വത്തിൽ കാഴ്ചകൾ ജാറം അങ്കണത്തിലെത്തി. ശനിയാഴ്ച രാവിലെ 11 മണിക്ക് കൊടികയറ്റ കാഴ്ചകൾ ജാറം അങ്കണത്തിലെത്തി കൊടിയുയർത്തും. എരുമപ്പെട്ടിയിൽ കുന്നിൻ പറമ്പിൽ തീപിടുത്തം. എരുമപ്പെട്ടി യത്തീംഖാന കരിയന്നൂർക്കാവിൽ വട്ടം റോഡരികിലെ കുന്നിലാണ് ഉച്ചയ്ക്ക് തീപിടുത്തമുണ്ടായത്. റോഡരികിലെ ഉണങ്ങിയ പുല്ലിലാണ് ആദ്യം തീപിടിച്ചത്, പിന്നീട് കുന്നിലേക്ക് പടരുകയായിരുന്നു. കുന്നിൻ ചെരുവിലെ റബ്ബർ തോട്ടത്തിനരികിലേക്ക് തീ പടർന്നത് പരിഭ്രാന്തി പരത്തി. കുന്നംകുളത്ത് നിന്നെത്തിയ ഫയർ ആൻഡ് റെസ്ക്യൂ ടീമും നാട്ടുകാരും ചേർന്ന് മണിക്കൂറുകളോളം പരിശ്രമിച്ചാണ് തീയണച്ചത്. സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ അൻവർ, ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരായ ലിജു, നവാസ്, ടോണി, ഷെരീഫ്, സനൽ എന്നിവർ തീയണയ്ക്കുന്നതിന് നേതൃത്വം നൽകി. വേലൂർ ഗ്രാമപഞ്ചായത്തിൽ വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റി തെരഞ്ഞെടുപ്പിൽ അധ്യക്ഷന്മാരെ തെരഞ്ഞെടുത്തു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷന്മാരെയാണ് തെരഞ്ഞെടുത്തത്. LDF ജനപ്രതിനിധികളായ KV അഷ്ന, ഷൈനി ജിബിൻ, ജമീല രാജീവ് എന്നിവരെയാണ് തെരഞ്ഞെടുക്കപ്പെട്ടത്. വേലൂർ ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരുടെ തെരഞ്ഞെടുപ്പിൽ 3 സീറ്റിലും CPM വിജയിച്ച സാഹചര്യത്തിൽ 2 ദിവസം മുമ്പ് വേലൂർ ഗ്രാമപഞ്ചായത്തിൽ BJP കോൺഗ്രസ് കൂട്ടുകെട്ടുണ്ടെന്ന് പറഞ്ഞ് ആഭാസ സമരം നടത്തിയ CPM ജനങ്ങളോട് മാപ്പ് പറയണമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് സ്വപ്ന രാമചന്ദ്രൻ ആവശ്യപ്പെട്ടു. ജനുവരി 5-ാം തീയതി നടന്ന സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളുടെ തെരഞ്ഞെടുപ്പിൽ തുല്യ വോട്ട് നേടിയതിനെ തുടർന്ന് കോൺഗ്രസിലെ 3 അംഗങ്ങൾ നറുക്കെടുപ്പിലൂടെ വിജയിച്ചിരുന്നു. ആവശ്യമായ നോമിനേഷൻ ഇല്ലാത്തതിനാൽ 6-ാം തീയതിയും അംഗങ്ങളെ തെരഞ്ഞെടുത്തിരുന്നു. പഞ്ചായത്ത് രാജ് നിയമപ്രകാരം പ്രസിഡന്റ് ഒഴികെയുള്ള മുഴുവൻ അംഗങ്ങളും ഏതെങ്കിലും സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ അംഗമായിരിക്കണം. തുടർന്ന് മുഴുവൻ സ്ഥാനങ്ങളും നികത്തുന്നതിനുള്ള നോമിനേഷൻ ഇല്ലാത്തതിനാൽ ഒഴിവുള്ള വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലേക്ക് BJP അംഗത്തെയും ധനകാര്യ കമ്മിറ്റിയിലേക്ക് CPM അംഗങ്ങളെയും തെരഞ്ഞെടുത്തിരുന്നു. കോൺഗ്രസ് അംഗങ്ങളെല്ലാം നേരത്തെ തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. BJP അംഗത്തെ വികസന കമ്മിറ്റിയിലേക്കും CPM അംഗങ്ങളെ ധനകാര്യ കമ്മിറ്റിയിലേക്കും തെരഞ്ഞെടുക്കുന്നതിന് അംഗങ്ങളാരും എതിർത്തിരുന്നില്ല. ഏതെങ്കിലും അംഗത്തെ ഒഴിവുള്ള കമ്മിറ്റിയിലേക്ക് നിർദ്ദേശിക്കുന്നുണ്ടോ എന്ന റിട്ടേണിംഗ് ഓഫീസർ യോഗത്തിൽ ചോദിച്ചപ്പോൾ BJP അംഗം സ്വമേധയാ താൽപര്യം അറിയിക്കുകയായിരുന്നു. CPM അംഗത്തെ നിർദ്ദേശിച്ചില്ല. കോൺഗ്രസ് അംഗങ്ങൾ നേരത്തെ തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തിരുന്നു. BJP അംഗം സ്റ്റാൻഡിംഗ് കമ്മിറ്റി തെരഞ്ഞെടുപ്പിൽ നോമിനേഷൻ നൽകുകയോ വോട്ട് ചെയ്യുകയോ ചെയ്യാതെ വിട്ടുനിൽക്കുകയാണ് ഉണ്ടായത്. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലേക്ക് 2 കോൺഗ്രസ്, 2 CPM, 1 BJP, ക്ഷേമകാര്യത്തിലേക്ക് 2 കോൺഗ്രസ്, 2 CPM, വിദ്യാഭ്യാസം 2 കോൺഗ്രസ്, 2 CPM എന്നിങ്ങനെയാണ് കക്ഷിനില. നറുക്കെടുപ്പിലൂടെ 3 ചെയർമാൻ സ്ഥാനവും CPMന് ലഭിച്ചു. BJPയുമായിട്ട് ഇന്നേ വരെ കോൺഗ്രസ് ഒരു കൂട്ടുകെട്ടിനും പോയിട്ടില്ല. എല്ലാ തെരഞ്ഞെടുപ്പുകളിലും BJP വോട്ട് ചെയ്യാതെ മാറി നിൽക്കുകയും നോമിനേഷൻ പോലും കൊടുക്കാതിരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. കൃത്യമായിട്ട് CPMന് ഇത് അറിയാമായിരുന്നിട്ട് പോലും ഇന്നത്തെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി തെരഞ്ഞെടുപ്പിൽ പോലും BJP വിട്ടുനിൽക്കുക എന്ന സാഹചര്യം ഉണ്ടായിട്ട് പോലും ഇത് തന്നെയാണ് മുന്നേ നടന്നതെന്ന് അറിയാമായിരുന്നിട്ടും ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനും ജനങ്ങളെ പറ്റിക്കുകയും ചെയ്തുകൊണ്ട് വലിയ പ്രഹസനമായിട്ടുള്ള സമരം നടത്തി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച CPM ജനങ്ങളോട്, ഈ വേലൂരിലെ പൊതുസമൂഹത്തിനോട് മാപ്പ് പറയണമെന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്. ചാവക്കാട് നഗരസഭയിലെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പ് നടന്നു. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായി 17-ാം വാർഡിലെ P. യതീന്ദ്രദാസിനെ തെരഞ്ഞെടുത്തു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ 31-ാം വാർഡിലെ ലിഷ മത്രംകൂട്ട്, പൊതുമരാമത്ത് വാർഡ് 4-ലെ സഫൂറ ബക്കർ, ആരോഗ്യം വാർഡ് 3-ലെ KH സലാം, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായി 22-ാം വാർഡിലെ രഞ്ജിത്ത് കുമാറിനെയും തെരഞ്ഞെടുത്തു. ജില്ലാ വ്യവസായ മാനേജർ G. പ്രണവ് വരണാധികാരിയായി.
ഗൃഹനാഥൻ കുഴഞ്ഞു വീണ് മരിച്ചു. തലക്കോട്ടുകര സ്വദേശി ശ്രീവിഹാർ വീട്ടിൽ സുബ്രഹ്മണ്യൻ മകൻ 51 വയസ്സുള്ള അനിൽകുമാറാണ് മരിച്ചത്. കേച്ചേരി പന്നിത്തടം റോഡിലുള്ള മബ ഉൽഹുദയ്ക്ക് സമീപം കുഴഞ്ഞു വീഴുകയായിരുന്നു. വെള്ളിയാഴ്ച വൈകിട്ട് 7 മണിയോടെയായിരുന്നു സംഭവം. ഉടൻ തന്നെ എക്സ് കേച്ചേരി ബ്രാഞ്ച് പ്രവർത്തകർ അനിൽകുമാറിനെ യൂണിറ്റി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. വാർത്തയിലേക്ക്. കടങ്ങോട് ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷന്മാരെ തെരഞ്ഞെടുത്തു. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായി UV ഗിരീഷ്, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണായി സുഗിജ സുമേഷ്, വിദ്യാഭ്യാസ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായി PA ഉണ്ണികൃഷ്ണനെയും തെരഞ്ഞെടുത്തു. തുടർന്ന് നടന്ന അനുമോദന യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റും ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണുമായ അനില ജോസഫ് അധ്യക്ഷത വഹിച്ചു. മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് T അരവിന്ദാക്ഷൻ, CPI മണ്ഡലം കമ്മിറ്റി അംഗം TP ജോസഫ്, AV ബാലൻ, CPM പന്നിത്തടം ലോക്കൽ സെക്രട്ടറി ഫ്രാൻസിസ് കൊള്ളന്നൂർ, കടങ്ങോട് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി CH ലാഷ്, പഞ്ചായത്ത് ജനപ്രതിനിധികൾ, വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ തുടങ്ങിയവർ സംസാരിച്ചു. മലയാളത്തിന്റെ ഭാവഗാനം നിലച്ച് 1 വർഷം. നിത്യവിസ്മയം തീർത്ത ഭാവഗാനങ്ങൾ കൊണ്ട് മലയാളി മനസ്സിൽ ചിരപ്രതിഷ്ഠ നേടിയ P ജയചന്ദ്രന്റെ ഓർമ്മകൾക്ക് ഒരാണ്ട്. ഭാവവസന്തം കൊണ്ട് ഹൃദയങ്ങളിൽ തളിർക്കുകയും പൂക്കുകയും പൂവിട്ട് സൗരഭ്യം പരത്തുകയും ചെയ്യുന്ന അദ്ദേഹത്തിന്റെ ഗാനങ്ങൾ പുതുമ തെല്ലും നഷ്ടപ്പെടാതെ മലയാള മനസ്സുകളിൽ തെളിനീരാഴി ഒഴുകുകയാണ്. 6 പതിറ്റാണ്ട് പിന്നിട്ട P ജയചന്ദ്രന്റെ ഭാവസാന്ദ്രമായ സ്വരരാഗത്തിന് വിരാമമായത് 2025 ജനുവരി 9 അർബുദബാധിതനായി ചികിത്സയിലിരിക്കെ 8ാം വയസ്സിലായിരുന്നു ആ നാദധാര നിലച്ചത്. വിവിധ ഭാഷകളിലായി 16,000-ൽ പരം ഗാനങ്ങൾ ജയചന്ദ്രൻ പാടിയിരുന്നു. കുഞ്ഞാലിമരയ്ക്കാർ എന്ന ചിത്രത്തിലൂടെയായിരുന്നു ജയചന്ദ്രന്റെ സംഗീത സബര്യ ആരംഭിച്ചത്. എന്നാൽ കളിത്തോഴൻ എന്ന ചിത്രത്തിലെ മഞ്ഞലയിൽ മുങ്ങിത്തോർത്തി എന്ന ഗാനമാണ് അദ്ദേഹത്തെ ശ്രദ്ധേയനാക്കിയത്. നീണ്ട ഇടവേളയ്ക്ക് ശേഷം ചലച്ചിത്ര ഗാനരംഗത്തേക്ക് തിരിച്ചെത്തിയപ്പോഴും പ്രായം നമ്മിൽ എന്ന സൂപ്പർ ഹിറ്റ് ഗാനത്തിലൂടെ തന്റെ സിംഹാസനത്തിന് ഒരിടിവും തട്ടിയിട്ടില്ലെന്ന് ആസ്വാദകരെ ബോധ്യപ്പെടുത്താനായി ജയചന്ദ്രന്. ഭാഷാതിർത്തികൾ പിന്നിട്ട് പാടിയ ഗാനങ്ങൾ കാലാവർത്തിയായി മാറ്റിയ ഗായകനായിരുന്നു അദ്ദേഹം. രാസാത്തി ഒന്നു കാണാതെ നെഞ്ചം എന്ന ഒറ്റ ഗാനത്തിലൂടെ തമിഴക മനസ്സും കീഴടക്കി ജയചന്ദ്രൻ സംഗീതവഴിയിലെ തന്റെ ജൈത്രയാത്ര തുടരുകയായിരുന്നു. മികച്ച ഗായകനുള്ള ദേശീയ സംസ്ഥാന പുരസ്കാരങ്ങൾ കരസ്ഥമാക്കിയിട്ടുള്ള ജയചന്ദ്രൻ പഴയ തലമുറയിലെ സംഗീതകുലപതികൾക്കൊപ്പവും പുതിയ തലമുറയിലെ പ്രതിഭാധനർക്കൊപ്പവും പ്രവർത്തിച്ചപ്പോഴും തന്നിലെ കലർപ്പില്ലാത്ത മികച്ച സംഗീതമാണ് ജയചന്ദ്രനിൽ നിന്ന് മലയാളത്തിന് ലഭിച്ചത്. ഹൃദയഹാരിയായ നിരവധി ഗാനങ്ങളിലൂടെ സംഗീതാസ്വാദകരുടെ മനസ്സുകളിൽ കുടിയേറിയ മലയാളികൾ ഭാവഗായകനായി ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ച ജയചന്ദ്രൻ കാലയവനികയ്ക്കുള്ളിലേക്ക് മറഞ്ഞെങ്കിലും കാലത്തിനും മായ്ക്കാനാവാത്ത തന്റെ പാട്ടുകളിലൂടെ മഹാപ്രതിഭ എന്നും ജീവിക്കും. ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിലെ സ്ഥിരം സമിതി അധ്യക്ഷന്മാരുടെ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികൾ എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടു. വെള്ളിയാഴ്ച ബ്ലോക്ക് പഞ്ചായത്ത് കാര്യാലയത്തിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ പൊതുമരാമത്ത് കെട്ടിട വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ TK സന്തോഷ് കുമാർ വരണാധികാരിയായി. സ്ഥിരം സമിതി അധ്യക്ഷന്മാരുടെ തെരഞ്ഞെടുപ്പിൽ ചൊവ്വന്നൂർ ഡിവിഷനിൽ നിന്നും വിജയിച്ച KU ബിബിൻ വികസനകാര്യ സ്ഥിരം സമിതിയുടെയും, കാട്ടകാമ്പാൽ ഡിവിഷനിൽ നിന്നും വിജയിച്ച സന്ധ്യ സജിത്ത് ക്ഷേമകാര്യ സ്ഥിരം സമിതിയുടെയും, മറ്റം ഡിവിഷനിൽ നിന്നും വിജയിച്ച ശിവൻ വാഗ എന്ന CN പ്രസാദ് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതിയുടെയും അധ്യക്ഷന്മാരായി തെരഞ്ഞെടുക്കപ്പെട്ടു. 3 സ്ഥിരം സമിതികളിലേക്കും ഓരോ നാമനിർദ്ദേശ പത്രിക മാത്രമേ സമർപ്പിച്ചിരുന്നുള്ളൂ. ഇതിനാൽ വരണാധികാരി അധ്യക്ഷന്മാരെ പ്രഖ്യാപിക്കുകയായിരുന്നു. മുൻപ് വൈസ് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട KR സിമി ധനകാര്യ സ്ഥിരം സമിതിയുടെ അധ്യക്ഷയായി പ്രവർത്തിക്കും. തെരഞ്ഞെടുപ്പിനെ തുടർന്ന് നടന്ന അനുമോദന ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CG രഘുനാഥ്, ഇടതുപക്ഷ നേതാക്കളായ KT ഷാജൻ, പ്രേംരാജ് ചൂണ്ടലാത്ത് എന്നിവർ സംസാരിച്ചു. പെരുമ്പിലാവിൽ ബൈക്കുകൾ കൂട്ടിയിടിച്ച് യാത്രികർക്ക് നിസ്സാര പരിക്കേറ്റു. വെള്ളിയാഴ്ച വൈകിട്ട് 7ഓടെയായിരുന്നു അപകടം. പട്ടാമ്പി റോഡിൽ നിന്നും തൃശൂർ റോഡിലേക്ക് പോവുകയായിരുന്ന 2 ബൈക്കുകൾ തമ്മിലാണ് കൂട്ടിയിടിച്ചത്. 2 ബൈക്കിലുള്ള 3 പേരെയും ഇടിയുടെ ആഘാതത്തിൽ റോഡിലേക്ക് തെറിച്ചു വീണു. ഈ സമയം മറ്റ് വാഹനങ്ങളില്ലാത്തതിനാൽ തലനാരിഴയ്ക്കാണ് അപകടം ഒഴിവായത്. പട്ടാമ്പിയിൽ നിന്നും ജോലി കഴിഞ്ഞ മിൽമ ബസ് സ്റ്റോപ്പിനടുത്ത് ബസ് ഇറങ്ങി റോഡ് മുറിഞ്ഞു കടക്കുകയായിരുന്ന പാവിട്ടുപുറം സ്വദേശി സുകേഷ്, പഴഞ്ഞി അയനൂർ സ്വദേശികളായ സുകുമാരൻ, ശിവശങ്കരൻ എന്നിവർക്കാണ് നിസ്സാര പരിക്കേറ്റത്. നാട്ടുകാർ 3 പേരെയും പ്രാഥമിക ശുശ്രൂഷ നൽകി. കേരളത്തിലെ പ്രസിദ്ധമായ വേലൂർ ഗ്രാമകം നാടകോത്സവത്തിന്റെ പ്രചരണത്തിനുമുണ്ട് പ്രത്യേകതകൾ. പരിസ്ഥിതി സൗഹാർദ്ദ പ്രചരണ രീതിയാണ് ഗ്രാമകം പ്രാധാന്യം നൽകുന്നത്. ചിത്രശില്പ അഭിനയ ത്രയങ്ങളുടെ സമന്വയമാണ് വേലൂർ ഗ്രാമകം നാടകോത്സവം.
5 ദിവസം ആയിരങ്ങൾ നെഞ്ചേറ്റുന്ന നാടകോത്സവ പ്രചരണങ്ങൾ പരമാവധി പരിസ്ഥിതി സൗഹാർദ്ദമാക്കുകയെന്നതാണ് സംഘാടകരുടെ ലക്ഷ്യം. അതിൽ പ്രധാനപ്പെട്ട ഒരിനമാണ് മരമെഴുത്ത്. വേലൂരിലെയും പരിസര പ്രദേശങ്ങളിലെയും ഗ്രാമവീഥികളിലെ മരങ്ങളിലാണ് ഗ്രാമകത്തിലെ കലാകാരന്മാർ നാടകോത്സവത്തിന്റെ വരവറിയിച്ചെഴുതുന്നത്. കേച്ചേരി വടക്കാഞ്ചേരി സംസ്ഥാന പാതയിൽ ഏകദേശം 14 കിലോമീറ്റർ ദൂരത്തിലും ഗ്രാമങ്ങളിലെ വിവിധ പാതകളിലും ഇരുവശങ്ങളിലുമുള്ള മരങ്ങളിലാണ് നാടകോത്സവത്തെ അടയാളപ്പെടുത്തുന്നത്. കഴിഞ്ഞ 9 വർഷമായിട്ട് വേലൂരിൽ നടന്നു വരുന്ന ഗ്രാമകം നാടകോത്സവത്തിന്റെ പ്രചരണം പല രീതികളിൽ പല വർഷങ്ങളായിട്ട് ചെയ്തു വരാറുണ്ട്. ഈ കഴിഞ്ഞ വർഷം ചുരുങ്ങിയ ഇടങ്ങളിൽ മാത്രമാണ് ഇതൊരു നമ്മൾ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾക്ക് ഒഴിവാക്കുന്നതിന് വേണ്ടി ഫ്ലെക്സുകൾ മറ്റുള്ള സംവിധാനങ്ങൾ ഒഴിവാക്കുന്നതിന് വേണ്ടി ഇതിൻ്റെ ഭാഗമായിട്ടാണ് മരങ്ങളിൽ ഈ കുമ്മായടിച്ച് കളറടിച്ച് ചെയ്യാമെന്നുള്ളൊരു സാധ്യത ആലോചിക്കുന്നതും അത് സമൂഹത്തിനും പ്രകൃതിക്കും ഗുണം ചെയ്യുന്നതാണെന്നും സാമ്പത്തികമായിട്ടും ലാഭം ഉണ്ടാക്കാവുന്ന തരത്തിലുള്ള പ്രചരണമാണെന്നുള്ളത് എൻ്റെ മനസ്സിലാക്കിയതിൻ്റെ ഭാഗമായിട്ടാണ്. ആർട്ടിസ്റ്റ് കെ മോഹൻ, CF രാജു, കെ രാജൻ തുടങ്ങിയവരാണ് പ്രചരണങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. ചെലവ് കുറയ്ക്കുക, ഫ്ലക്സുകൾ പരമാവധി ഒഴിവാക്കുക എന്ന ലക്ഷ്യവും മരമെഴുത്തിന് പുറകിലുണ്ട്. പ്രകൃതി സൗഹാർദ്ദ നിറങ്ങളാണ് എഴുതുവാനും വരയ്ക്കുവാനും ഉപയോഗിക്കുന്നത്. 2026 ഏപ്രിൽ 8 മുതൽ 12 വരെ വേലൂർ RSRV ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിലാണ് നാടകോത്സവം നടക്കുന്നത്. കേരളത്തിലെ പ്രസിദ്ധ അമേച്വർ നാടക സംഘങ്ങൾ പങ്കെടുക്കും. ഗ്രാമകം സമൂഹ ചിത്രരചനയ്ക്കായി പ്രമോ റീൽസ് പുറത്തിറക്കി. ഗ്രാമകം അംഗങ്ങളും കുട്ടികളുടെ അഭിനയ പരിശീലന കളരിയിലെ മുൻ അംഗങ്ങളുമാണ് റീൽസിൽ അഭിനയിച്ചിട്ടുള്ളത്. CCTV മീഡിയ പാർട്ണറായ ഗ്രാമകം 2026 നാടകോത്സവത്തിന്റെ വിളംബര പരിപാടിയായ സമൂഹ ചിത്രരചന ഏപ്രിൽ 11 നടക്കുന്നത്. വേലൂർ ഗവൺമെന്റ് രാജാസ രാമോർമ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ മുമ്പിൽ വിശാലമായ ക്യാൻവാസിലാണ് ചിത്രരചന നടക്കുക. ഇതിനായുള്ള പ്രചരണത്തിനായാണ് റീൽസ് ചിത്രീകരിച്ചിട്ടുള്ളത്. ഗ്രാമകം നാടകോത്സവത്തിന്റെ സോഷ്യൽ മീഡിയ കമ്മിറ്റിയാണ് റീൽസ് ഒരുക്കിയത്. മനുരാജിന്റെ സംവിധാനത്തിൽ ഗ്രാമകം പ്രവർത്തകനും നാടക പ്രവർത്തകനുമായ ബസു സുബിയും 6ഓളം കുട്ടികളുമാണ് അഭിനയിച്ചിട്ടുള്ളത്. ചൂണ്ടൽ ഗ്രാമപഞ്ചായത്തിൽ സ്ഥിരം സമിതി അധ്യക്ഷരെ തെരഞ്ഞെടുത്തു. ശൈല പുഷ്പാകരൻ, ജുലറ്റ് വിനു, സച്ചിൻ പ്രകാശ് എന്നിവരാണ് സ്ഥിരം സമിതി അധ്യക്ഷരായി തെരഞ്ഞെടുക്കപ്പെട്ടത്. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 2:30 പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ നടന്ന സ്ഥിരം സമിതി അധ്യക്ഷ സ്ഥാനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിന് ഫോറസ്റ്റ് അസിസ്റ്റന്റ് കൺസർവേറ്റർ മനോജ് വരണാധികാരിയായി. വികസനം, ക്ഷേമം, ആരോഗ്യ, വിദ്യാഭ്യാസം എന്നീ ക്രമത്തിലായിരുന്നു സ്ഥിരം സമിതി അധ്യക്ഷ സ്ഥാനത്തേക്കുള്ള തിരഞ്ഞെടുപ്പ്. 20-അംഗ ഭരണസമിതിയിൽ 13 പേരുടെ പിന്തുണയുള്ള CPM മുഴുവൻ അധ്യക്ഷ സ്ഥാനങ്ങളും കൈയടക്കുകയായിരുന്നു. 3 സ്ഥിരം സമിതികളിലേക്കും വോട്ടെടുപ്പിലൂടെയാണ് അധ്യക്ഷരെ തിരഞ്ഞെടുത്തത്. വികസന സ്ഥിരം സമിതി ചെയർമാൻ സ്ഥാനത്തേക്ക് CPMലെ ശൈല പുഷ്പാകരനും കോൺഗ്രസിലെ ഷൈസീന ജംഷീറും മത്സരിച്ചതിൽ 2-നെതിരെ 3 വോട്ടുകൾക്ക് ശൈല പുഷ്പാകരൻ വിജയിച്ചു. ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ സ്ഥാനത്തേക്ക് LDFൽ നിന്ന് കേരള കോൺഗ്രസിലെ ജൂലറ്റ് വിനുവും UDFൽ നിന്ന് കോൺഗ്രസ് അംഗം റസിയ അലിയും മത്സരിച്ചതിൽ 2-നെതിരെ 3 വോട്ടുകൾക്ക് ജൂലറ്റ് വിനു വിജയം നേടി. കഴിഞ്ഞ ഭരണസമിതിയിൽ ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷയായിരുന്നു ജൂലറ്റ് വിനു. ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതിയുടെ ചെയർമാനായി CPMലെ സച്ചിൻ പ്രകാശ് തിരഞ്ഞെടുക്കപ്പെട്ടു. കോൺഗ്രസ് അംഗം അനീഷ് ആന്റണിയെ 1-നെതിരെ 3 വോട്ടുകൾക്കാണ് സച്ചിൻ പ്രകാശ് പരാജയപ്പെടുത്തിയത്. സ്ഥിരം സമിതി അധ്യക്ഷരായ ശൈല പുഷ്പാകരൻ 18-ാം വാർഡിനെയും ജൂലറ്റ് വിനു 3-ാം വാർഡിനെയും സച്ചിൻ പ്രകാശ് 15-ാം വാർഡിനെയുമാണ് പ്രതിനിധീകരിക്കുന്നത്. മൂവരെയും പഞ്ചായത്ത് പ്രസിഡന്റ് സിനി പ്രസാദ്, വൈസ് പ്രസിഡന്റ് ജിഷ സുനിൽകുമാർ, സെക്രട്ടറി MK മാറ്റ്ലി, പഞ്ചായത്ത് അംഗങ്ങൾ, LDF നേതാക്കൾ തുടങ്ങിയവർ പൊന്നാട അണിയിച്ച് അനുമോദിച്ചു. ഗുരുവായൂർ ക്ഷേത്രത്തിൽ പ്രതീകാത്മകമായി ആനയെ നടയിരുത്തി. രാവിലെ ശീവേലിക്ക് ശേഷം മേൽശാന്തി മൂർത്തിയെടത്തുമന സുധാകരൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ചടങ്ങ് നടന്നത്. മാവനൽ ഗ്രാനൈറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് മാനേജിംഗ് ഡയറക്ടർ പത്തനംതിട്ട കലഞ്ഞൂർ സ്വദേശി KN മധുസൂദനനും കുടുംബവുമാണ് പ്രതീകാത്മക നടയിരുത്തൽ നിർവഹിച്ചത്. ഇതിനായി 10 ലക്ഷം രൂപ ദേവസ്വത്തിലടച്ചു. ദേവസ്വം കൊമ്പൻ ബൽറാമിനെയാണ് നടയിരുത്തിയത്. ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ, ഭരണസമിതി അംഗങ്ങളായ മല്ലിശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിപ്പാട്, KP വിശ്വനാഥൻ, KS ബാലഗോപാൽ, അഡ്മിനിസ്ട്രേറ്റർ OB അരുൺകുമാർ, ക്ഷേത്രം ഡെപ്യൂട്ടി അഡ്മിനിസ്ട്രേറ്റർ പ്രമോദ് കളരിക്കൽ, ജീവധനം ഡെപ്യൂട്ടി അഡ്മിനിസ്ട്രേറ്റർ M രാധ, അസിസ്റ്റന്റ് മാനേജർമാരായ CR ലിജുമോൾ, സുന്ദരരാജൻ, പാരമ്പര്യ അവകാശികളായ ചന്ദ്രശേഖരൻ നമ്പ്യാർ, കണ്ടിയൂർ പട്ടം വാസുദേവൻ നമ്പീശൻ എന്നിവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു.
മറ്റം സെന്റ് തോമസ് ഫൊറോന ദേവാലയത്തിലെ സംയുക്ത തിരുനാൾ ശനി ഞായർ ദിവസങ്ങളിൽ ആഘോഷിക്കും. വിശുദ്ധ സെബസ്ത്യനോസിന്റെയും വിശുദ്ധ ഫ്രാൻസിസ് സേവിയറിന്റെയും വിശുദ്ധ അൽഫോൺസാമയുടെയും സംയുക്ത തിരുനാളാണ് ആഘോഷിക്കുന്നത്. ശനിയാഴ്ച രാവിലെ 8 മണിക്ക് ദിവ്യബലി, ലതീഞ്ഞ്, നൊവേന എന്നിവയ്ക്ക് ശേഷം വിശുദ്ധരുടെ രൂപം എഴുന്നള്ളിച്ചു വയ്ക്കും. തുടർന്ന് കുടുംബ കൂട്ടായ്മകളിലേക്കുള്ള അമ്പ് വെഞ്ചിരിച്ച് കൈമാറും. കുടുംബ കൂട്ടായ്മകളിലെ വീടുകളിലേക്കുള്ള എഴുന്നള്ളിപ്പിനും തുടക്കമാകും. ഞായറാഴ്ച രാവിലെ 6 മണിക്കും 7:30 ഉച്ചതിരിഞ്ഞ് 5:30 ഇടവക ദേവാലയത്തിൽ ദിവ്യബലിയുണ്ടാകും. രാവിലെ 10 നടക്കുന്ന ആഘോഷമായ തിരുനാൾ പാട്ടുകുർബാനയ്ക്ക് ഫാദർ സിൻഡോ തുറയൻ മുഖ്യ കാർമ്മികത്വം വഹിക്കും. ഫാദർ സിജോ മുരിങ്ങത്തേരി തിരുനാൾ സന്ദേശം നൽകും. ഫാദർ മിഫിൻ കണ്ണനായ്ക്കൽ സഹകാർമ്മികനാകും. തുടർന്ന് ഇടവക വിശ്വാസികൾ വാദ്യമേളങ്ങളുടെയും വർണ്ണക്കുടകളുടെയും അകമ്പടിയോടെ വിശുദ്ധരുടെ രൂപങ്ങൾ എഴുന്നള്ളിച്ച് ദേവാലയം ചുറ്റി ഭക്തിനിർഭരമായ പ്രദക്ഷിണവും നടക്കും. രാത്രി 10 കുടുംബ കൂട്ടായ്മകളിൽ നിന്നുള്ള അമ്പെഴുന്നള്ളിപ്പുകൾ ദേവാലയത്തിലെത്തി സമാപിക്കും. തിരുനാൾ ആഘോഷങ്ങൾക്ക് വികാരി ഫാദർ ഫ്രാൻസിസ് ആളൂർ, സഹവികാരി ഫാദർ ഫ്രാങ്കോ ഫ്രോണീസ്, കൈക്കാരന്മാരായ CK ജോയ്, KS ഷാജ്, MJ ജോഷി, CT സ്പാർട്ടക്സ് എന്നിവർ നേതൃത്വം നൽകും. മന്നലാംകുന്ന് ദേശീയപാത സർവീസ് റോഡിൽ മഴക്കാലങ്ങളിൽ ഉണ്ടാകുന്ന വെള്ളക്കെട്ടിന് ശാശ്വത പരിഹാരം കാണുന്നതിനെക്കുറിച്ച് പഠിക്കാൻ ജനപ്രതിനിധികൾ സ്ഥലം സന്ദർശിച്ചു. ജനകീയ യോഗം വിളിച്ച് അടുത്ത മഴക്കാലത്തിന് മുൻപ് പരിഹാരം കാണാനുള്ള പരിശ്രമങ്ങളുമായി മുന്നോട്ടു പോകുമെന്ന് പുന്നേർകുളം പഞ്ചായത്ത് പ്രസിഡന്റ് ഹസൻ തളികശ്ശേരി ഉറപ്പു നൽകി. പുന്നേർകുളം പഞ്ചായത്ത് പ്രസിഡന്റ് ഹസൻ തളികശ്ശേരി, വൈസ് പ്രസിഡന്റും വാർഡ് മെമ്പറുമായ സൈനബ ഷുക്കൂർ, ബ്ലോക്ക് ഡിവിഷൻ മെമ്പർ സുബൈദ പാലക്കൽ എന്നിവരാണ് സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തിയത്. കഴിഞ്ഞ 4 വർഷമായി പഞ്ചായത്ത് 17-ാം വാർഡ് NH66 ദേശീയപാത സർവീസ് റോഡിൽ മഴക്കാലത്ത് വെള്ളക്കെട്ട് രൂക്ഷമാണ്. പ്രദേശത്തെ AKG റോഡും 35ഓളം വീടുകളും വെള്ളക്കെട്ടിലാകും. റോഡിലെ വെള്ളം ഒഴിവാക്കാൻ ദേശീയപാത അതോറിറ്റി വലിയ 4 പമ്പ് സെറ്റ് ഉപയോഗിച്ച് വെള്ളം പമ്പ് ചെയ്യാറുണ്ടെങ്കിലും ദിവസങ്ങളോളം പ്രദേശത്തുകാർ ദുരിതം അനുഭവിക്കേണ്ടി വരും. ദേശീയപാതയിലെ കാനയിലെ വെള്ളമാണ് കാരണം. മന്നലാംകുന്ന് പാലം റോഡരികിലൂടെ കനോലി കനാലിലേക്ക് കാന നിർമ്മിക്കണമെന്ന നാട്ടുകാരുടെ ആവശ്യം പരിഗണിച്ചിട്ടില്ല. പകരം സമീപത്തെ ചാക്കോലയിൽ റോഡ് പൊളിച്ച് പൈപ്പിടാമെന്ന് NHI അധികൃതർ ഉറപ്പു നൽകിയിരുന്നെങ്കിലും അതും നടപ്പിലായില്ല. കഴിഞ്ഞ പഞ്ചായത്ത് ഭരണസമിതി വിഷയത്തിൽ കാര്യമായ ഇടപെടലുകൾ നടത്തിയില്ലെന്ന ആക്ഷേപവും ജനങ്ങൾക്കിടയിൽ ചർച്ചാവിഷയമാണ്. ഇനിയും മഴക്കാലത്ത് ഈ കെടുതികൾ 4 കൊല്ലമായിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ അനുഭവിക്കാനുള്ള ഒരു അവസ്ഥ തന്നെ ഉണ്ടാവുന്നത് നാഷണൽ ഹൈവേയുടെ ആ ടെക്നിക്കൽ ടീമിൻ്റെ തീർച്ചയായും ഇടപെടലുകൾ ഉണ്ടായാൽ മാത്രമേ ഇത് പരിഹരിക്കാൻ കഴിയുള്ളൂ. അപ്പോൾ അതിനുള്ള ഒരു പരിശ്രമം പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്ന് മുൻകാലങ്ങളിൽ ചെയ്തത് എന്താണോ എന്ന് നോക്കി അതിനേക്കാൾ വ്യക്തതയോടുകൂടി തന്നെ ഇക്കാര്യത്തിൽ ഇടപെടാൻ പഞ്ചായത്ത് ഭരണസമിതി എന്തുണ്ടാവും മുന്നിട്ടിറങ്ങും. അത് നിങ്ങളോടൊപ്പം നിങ്ങളുടെ മുന്നിൽ നിന്ന് ആ കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഞങ്ങളുണ്ടാവും. തനിച്ച് താമസിക്കുന്ന 81-കാരനായ ഹോമിയോ ഡോക്ടറെ നാട്ടുകാരുടെ ഇടപെടലിലൂടെ ജീവൻ രക്ഷിച്ച് പോലീസ്. പുന്നേർകുളം ഒറ്റീനി ഭാഗത്ത് തനിച്ച് താമസിക്കുന്ന ഹോമിയോ ഡോക്ടർ പുളയ്ക്കൽ അബൂബക്കറിനെയാണ് പോലീസ് എത്തി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. 2 ദിവസമായി വീടിന് പുറത്ത് കാണാത്തതിനാൽ നാട്ടുകാർ പോലീസിൽ വിവരം അറിയിച്ചു. SI ബിന്ദുരാജ്, SI രാജൻ, റഷീദ്, CPOമാരായ രഞ്ജിത്ത്, വനിതാ CPO റോഷ്നി എന്നിവരടങ്ങുന്ന പോലീസ് സംഘം സ്ഥലത്തെത്തി വാതിൽ തുറന്നു നോക്കിയപ്പോൾ ഡോക്ടർ ബാത്റൂമിൽ വീണ് കിടക്കുകയായിരുന്നു. ബോധമുണ്ടായിരുന്ന ഡോക്ടറെ പോലീസും നാട്ടുകാരും ചേർന്ന് ആദ്യം ചാവക്കാട് സ്വകാര്യ ആശുപത്രിയിലും പിന്നീട് കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. നേത്രദാനത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി കുന്നംകുളത്ത് വെളിച്ചം നേത്രദാന ചാരിറ്റബിൾ ട്രസ്റ്റിന് രൂപം നൽകിയതായി ഭാരവാഹികൾ കുന്നംകുളം പ്രസ് ക്ലബ്ബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ജീവിച്ചിരിക്കുമ്പോൾ നേത്രദാനം ചെയ്യാനുള്ള സമ്മതപത്രം പൂരിപ്പിച്ച് ഭാരവാഹികളെ ഏൽപ്പിക്കുന്നതോടെ മരണാനന്തരം നേത്രങ്ങൾ ദാനം ചെയ്യുന്നതിന് കുടുംബത്തിന്റെ സമ്മതത്തോടെ ആവശ്യമായ നടപടി സംഘടനാ ഭാരവാഹികൾ സ്വീകരിക്കും. മതത്തിനും രാഷ്ട്രീയത്തിനും അതീതമായി പ്രവർത്തിക്കുന്ന കേരളത്തിലെ ആദ്യത്തെ സംഘടനയാണിതെന്നും ഭാരവാഹികൾ അവകാശപ്പെട്ടു. ഭാരവാഹികളായി പ്രസിഡന്റ് മനോജ് കളത്തിൽ, വൈസ് പ്രസിഡന്റ് ജയപ്രകാശ് ഇലവന്ത്ര, സെക്രട്ടറി റിജി മാസ്റ്റർ, ജോയിന്റ് സെക്രട്ടറി KK സുബ്രഹ്മണ്യൻ, ട്രഷറർ പ്രസാദ് പുലിക്കോടൻ എന്നിവരെ തെരഞ്ഞെടുത്തു. വാർത്താ സമ്മേളനത്തിൽ പ്രസിഡന്റ് മനോജ് കളത്തിൽ, വൈസ് പ്രസിഡന്റ് ജയപ്രകാശ് ഇലവന്ത്ര, സെക്രട്ടറി റിജി മാസ്റ്റർ, ട്രഷറർ പ്രസാദ് പുലിക്കോടൻ എന്നിവർ പങ്കെടുത്തു. ചാവക്കാട് നഗരസഭാ ചെയർമാനും നഗരസഭയിലെ മുഴുവൻ കൌൺസിലർമാർക്കും ചാവക്കാട് മർച്ചന്റ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ സ്വീകരണം നൽകി. ചാവക്കാട് വ്യാപാര ഭവനിൽ നടന്ന പൊതുയോഗം കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന സീനിയർ വൈസ് പ്രസിഡന്റും ജില്ലാ പ്രസിഡന്റുമായ KV അബ്ദുൾ ഹമീദ് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും CMA ജനറൽ സെക്രട്ടറിയുമായ ജോജി തോമസ് അധ്യക്ഷത വഹിച്ചു. ചാവക്കാട് നഗരസഭാ ചെയർമാൻ AH അക്ബർ, വൈസ് ചെയർപേഴ്സൺ ബിൻസി സന്തോഷ്, പ്രതിപക്ഷ നേതാവ് CA ഗോപപ്രതാപൻ എന്നിവർ മറുപടി പ്രസംഗം നടത്തി. യോഗത്തിൽ
ജില്ലാ കമ്മിറ്റിയുടെ ഭദ്രം കുടുംബ സുരക്ഷാ പദ്ധതിയിൽ ചേർന്നിട്ടുള്ള മരണപ്പെട്ട കുടുംബാംഗങ്ങൾക്ക് 23 ലക്ഷം രൂപയുടെ ധനസഹായം കൈമാറി. സെക്രട്ടറിമാരായ PS അക്ബർ, AS രാജൻ, യൂത്ത് വിംഗ് പ്രസിഡന്റ് ഷഹീർ, യൂത്ത് വിംഗ് ഗുരുവായൂർ മണ്ഡലം പ്രസിഡന്റ് ജെഫിൻ ജോണി, വനിതാ വിംഗ് പ്രസിഡന്റ് ഫാദിയ ഷഹീർ, ഗുരുവായൂർ മണ്ഡലം ചെയർപേഴ്സൺ KJ രാജശ്രീ എന്നിവർ സംസാരിച്ചു. വെള്ളപ്പേപ്പറിൽ മണ്ടേല വരകളിലൂടെ വിസ്മയങ്ങൾ തീർത്ത് കാഞ്ഞിരക്കോട് സ്വദേശിനി ദിയ. മോഹൻലാൽ മുതൽ ചാർലി ചാപ്ലിൻ വരെയും തെയ്യവും വന്യമൃഗങ്ങളുമെല്ലാം ദിയയുടെ മണ്ടേല വരയിലൂടെ ആശ്ചര്യപ്പെടുത്തുകയാണ്. പഠനത്തിനോടൊപ്പം ഈ സവിശേഷ കലാരൂപത്തിൽ തന്റേതായ ഇടം കണ്ടെത്തുകയാണ് മൾട്ടിമീഡിയ വിദ്യാർത്ഥിനി. കാഞ്ഞിരക്കോട് പട്ടുകുളം വീട്ടിൽ സുമേഷ് ശ്രീജ ദമ്പതികളുടെ മകളായ ദിയയാണ് തന്റെ വ്യത്യസ്തമായ വരകളിലൂടെ ശ്രദ്ധേയമാകുന്നത്. തൃശൂരിൽ മൾട്ടിമീഡിയ 3ാം വർഷ വിദ്യാർത്ഥിനിയായ ദിയ വെള്ളപ്പേപ്പറിൽ മണ്ടേല ആർട്ടിലൂടെ അത്ഭുതങ്ങൾ സൃഷ്ടിക്കുകയാണ്. സാധാരണയായി വൃത്തത്തിനുള്ളിൽ ഒതുങ്ങുന്ന മണ്ടേല രൂപങ്ങളെ മാറ്റി നിർത്തി പ്രിയതാരം മോഹൻലാൽ, ചാർലി ചാപ്ലിൻ, തെയ്യം, ആന, സിംഹം തുടങ്ങി വൈവിധ്യമാർന്ന ചിത്രങ്ങളാണ് ദിയ വരയ്ക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ വരയ്ക്കണത് മണ്ടേല ആർട്ട് എന്നാണ് പറയുക. അപ്പോൾ ഞാൻ വരച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ കട ഉണ്ട്, അപ്പോൾ സുമേഷ് ജ്യൂസ് എന്നാണ്, അപ്പോൾ അവിടെ വെക്കുന്നുണ്ട്. അപ്പോൾ അത് കണ്ട് ആൾക്കാർ വാങ്ങും, പിന്നെ വർക്ക് തരാറുണ്ട്, അപ്പോൾ ആ വർക്ക് ചെയ്തു കൊടുക്കുന്നു. ഓരോ ചിത്രത്തിലും ആയിരക്കണക്കിന് സൂക്ഷ്മമായ വരകളും ഡിസൈനുകളുമാണ് ദിയ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കാഞ്ഞിരക്കോട്ടുള്ള അച്ഛന്റെ കടയിൽ പ്രദർശിപ്പിച്ചിട്ടുള്ള ഈ ചിത്രങ്ങൾ കണ്ട് നിരവധി പേരാണ് ഇപ്പോൾ ദിയയെ തേടിയെത്തുന്നത്. കലയോടുള്ള ദിയയുടെ അഭിനിവേശം തിരിച്ചറിഞ്ഞ പലരും ചിത്രങ്ങൾക്കായി പുതിയ ഓർഡറുകൾ നൽകുന്നുണ്ട്. മാതാപിതാക്കളും സഹോദരൻ പീയൂഷും ദിയയുടെ കലാസബരിക്ക് എല്ലാവിധ പ്രോത്സാഹനവും നൽകി ഒപ്പമുണ്ട്. തൃശൂർ മെഡിക്കൽ കോളേജ് HDS ലാബ് നടത്തിപ്പിലും നിയമനത്തിലും വൻ ക്രമക്കേടുകൾ നടന്നിട്ടുണ്ടെന്ന് INTUC ഭാരവാഹികൾ മുളങ്കുന്നത്തുകാവിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു. 2025 ഓഗസ്റ്റ് 1 ആരംഭിച്ച ലാബിൽ 25 ജീവനക്കാരെയാണ് നിയമിച്ചിട്ടുള്ളത്. പ്രായോഗിക പരിശീലനം 10 വർഷം വേണം എന്ന നിബന്ധന നിലനിൽക്കെ പരിശീലനം ഇല്ലാത്ത വ്യക്തിയെയാണ് ലാബ് ഇൻചാർജ് എന്ന തസ്തികയിൽ നിയമിച്ചത്. HDS ലാബ് പ്രവർത്തിച്ചു വരുന്നത് മൂലം 50 ലക്ഷം രൂപയുടെ നഷ്ടം HDSന് ഉണ്ടായിട്ടുണ്ട്. ഗുരുതരമായ സാമ്പത്തിക തട്ടിപ്പും ക്രമക്കേടുകളും നടന്ന സാഹചര്യത്തിൽ വിഷയത്തിൽ അടിയന്തരമായി ഇടപെടണമെന്നും നടപടികൾ സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ട് ജില്ലാ കളക്ടർക്ക് നിവേദനം നൽകിയിട്ടുണ്ടെന്നും INTUC തൃശൂർ ജില്ലാ വൈസ് പ്രസിഡന്റ് KN നാരായണൻ, അവണൂർ മണ്ഡലം പ്രസിഡന്റ് IR മണികണ്ഠൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. CBC, HBTC, DC നമുക്കറിയുന്ന പരിശോധനകളും ബയോകെമിസ്ട്രി പരിശോധന ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടെ വിരലിലുണ്ടാവുന്ന പരിശോധനകൾ മാത്രമാണ് ചെയ്യുന്നതാണ് നമുക്ക് മനസ്സിലാവണം. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ ശമ്പളവും മറ്റ് എല്ലാ നിലയിലും ഒരു 10 ലക്ഷം രൂപ ഒരു മാസം ഈ HDS ലാബ് പ്രവർത്തിക്കുന്നതിന് വേണമെങ്കിൽ ഇവിടെ ലഭിക്കുന്നത് ഏകദേശം ഒരു ദിവസം 10,000 വെച്ച് ഒരു മാസം 3 ലക്ഷത്തിൽ താഴെയാണ്. 3 ലക്ഷത്തിൽ താഴെ എന്ന് പറയുമ്പോൾ അതിൽ തന്നെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം. യഥാർത്ഥത്തിൽ കാഷ്വാലിറ്റി ചെയ്തിരുന്ന 5,000 രൂപ 6,000 രൂപ, അപ്പോൾ ഒരു ദിവസം 4,000 രൂപ. അങ്ങനെ വരികയാണെങ്കിൽ 1.5 ലക്ഷം രൂപയുടെ വരുമാനമാണ് ആ കാഷ്വാലിറ്റിയിൽ ചെയ്യുന്ന സ്ക്രീനിങ് ടെസ്റ്റ് ഇങ്ങോട്ട് മാറ്റിയില്ലായിരുന്നെങ്കിൽ ഇവിടെ ലഭിക്കുന്ന വരുമാനം. അടിമുടി സാമ്പത്തിക നഷ്ടം, ക്രമക്കേടുകൾ, അഴിമതികൾ തുടങ്ങിയവയെല്ലാം ഞങ്ങളിതിൽ സംശയിക്കുന്നുണ്ട്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ 2 ഫർണസുകൾ വഴിപാടായി ലഭിച്ചു. പാലാ സ്വദേശി R വിജിയാണ് ഫർണസ് സമർപ്പിച്ചത്. കിഴക്കേ ഗോപുര കവാടത്തിന് മുന്നിൽ നടന്ന ചടങ്ങിൽ ദേവസ്വം ഭരണസമിതി അംഗങ്ങളായ C മനോജ് B നായർ, KS ബാലഗോപാൽ എന്നിവർ ചേർന്ന് ഏറ്റുവാങ്ങി. ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ OB അരുൺകുമാർ, അസിസ്റ്റന്റ് മാനേജർ CR ലജുമോൾ, ഹെൽത്ത് സൂപ്പർവൈസർ Dr. MN രാജീവ്, HIമാരായ A വിനോദ്, AV സുഭാഷ് ചന്ദ്രൻ എന്നിവരും സന്നിഹിതരായിരുന്നു.
അംഗൻവാടിയിൽ കുക്കറും പായകളും നൽകി വാഗ്ദാനം പാലിച്ച് കാട്ടകാമ്പാൽ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജയശങ്കർ. പഞ്ചായത്തിൽ വെച്ച് ഏറ്റവും കൂടുതൽ കുട്ടികൾ പഠിക്കുന്ന അംഗൻവാടിയിൽ 10 ലിറ്ററിന്റെ കുക്കറും കുട്ടികൾക്ക് കിടക്കാൻ പായയില്ലെന്നും സൂചിപ്പിച്ചപ്പോൾ പുതുവർഷാരംഭത്തിൽ പരിഹാരം ഉണ്ടാകും എന്ന് ഉറപ്പ് നൽകിയിരുന്നു. ആ ഉറപ്പ് പാലിച്ചുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം തന്റെ സഹപ്രവർത്തകരുമായി കെ ജയശങ്കർ അംഗൻവാടിയിലെത്തിയത്. അംഗൻവാടി ടീച്ചർ മേഴ്സി മേക്കാട്ടുകുളത്തിന് സാധന സാമഗ്രികൾ കൈമാറി. ഫാദർ സജയ്, എം വിൽസൺ, സജീവൻ ജെറുസലേം, NN മുരളി, ഹെൽപ്പർ ജിജി തമ്പി, സൽജ സണ്ണി, രേഷ്മ രമേശ് തുടങ്ങിയവരും നേതൃത്വം നൽകി. ഭൂമിയുടെ വിസ്തീർണം കുറഞ്ഞുവരുന്ന കാലഘട്ടത്തിൽ ഇടവിള കൃഷി ഉൽപാദന രംഗത്ത് വൻ സാധ്യതയാണ് മുന്നോട്ട് വയ്ക്കുന്നത്. വിവിധ വിളകൾ നിറഞ്ഞ ദിലീപിന്റെ കൃഷിത്തോട്ടത്തിൽ ഇടവിളയായി ചെയ്ത ഇഞ്ചി കൃഷിയുടെ വിളവെടുപ്പ് നടത്തി. വേലൂർ കിരാലൂർ പെരുമ്പിള്ളിപ്പാട്ട് ഫൈസലിന്റെ പാട്ടത്തിനെടുത്ത 10 ഏക്കർ കൃഷിയിടത്തിൽ മറ്റു വിളകളോടൊപ്പമാണ് ഇഞ്ചി കൃഷി ചെയ്തത്. 10 സെന്റ് സ്ഥലത്ത് കൃഷി ചെയ്യുകയാണെങ്കിൽ 4 മുതൽ 5 ക്വിന്റൽ വരെ ഇഞ്ചി ലഭിക്കുമെന്നും ദിലീപ് കുമാർ പറയുന്നു. തെങ്ങ്, കവുങ്ങ് തുടങ്ങിയ കൃഷിത്തോട്ടങ്ങളിൽ ലാഭകരമായി ഇഞ്ചി കൃഷി ചെയ്യാവുന്നതാണ്. ഇതുവഴി ജലസേചനം, വളപ്രയോഗം എന്നിവ ഒരു വിളയ്ക്ക് ചെയ്താൽ മതിയാകുമെന്നതാണ് പ്രധാന ഗുണം. ഇടവിളയായതിനാൽ തോട്ടത്തിലെ പുല്ലുവളർച്ചയും തടയാൻ കഴിയും. തോട്ടത്തിൽ 1/2 ഏക്കർ സ്ഥലമാണ് കൃഷിക്കായി ഉപയോഗിച്ചിട്ടുള്ളത്. രോഗപ്രതിരോധ ശേഷിയും ഉൽപാദന മികവുമുള്ള വയനാടൻ ചുക്കുമാരൻ ഇഞ്ചി വിത്താണ് കൃഷിക്കായി തിരഞ്ഞെടുത്തത്. തൂക്കണ്ട് ഇതിന് നമ്മൾ ഈ ഇഞ്ചിയാണ് നമ്മൾ നടുന്നത്. ഈ കഷ്ണം നട്ടിട്ട് അതിൽ ഇപ്പോൾ ഇത്ര ഇഞ്ചി കിട്ടിയത്. അപ്പോൾ ഇത് വലിയൊരു ലാഭമുള്ളൊരു കൃഷിയാണ്. തികച്ചും ജൈവ കൃഷി രീതിയാണ് അവലംബിച്ചത്. ചാണകപ്പൊടി, കോഴിക്കാഷ്ടം, കടല, വേപ്പിൻ പിണ്ണാക്കുകൾ, എല്ലുപൊടി എന്നിവയാണ് പ്രധാനമായും ഉപയോഗിച്ചിട്ടുള്ളത്. ഡ്രിപ്പ് ഇറിഗേഷൻ രീതിയായതിനാൽ ജലനഷ്ടം കുറയ്ക്കാനുമായി. തോട്ടത്തിൽ വിവിധ ഇനം വാഴകൾ 3.5 ഏക്കറിലും മറ്റ് സ്ഥലത്ത് ചേന, കാച്ചിൽ, മഞ്ഞൾ, പൊടിക്കിഴങ്ങ്, തണ്ണിമത്തനടക്കം വിവിധ വിളകളാണ് കൃഷി ചെയ്തിരിക്കുന്നത്. കൃഷി ലാഭകരമാക്കുക എന്നതിനോടൊപ്പം ഇഞ്ചി കൃഷിയിലേക്ക് കൂടുതൽ കർഷകരെ ആകർഷിച്ച് ഉൽപാദന തോത് വർദ്ധിപ്പിക്കുക എന്നതും ഇടവിള കൃഷിയിലൂടെ ദിലീപ് ലക്ഷ്യം വയ്ക്കുന്നു. ഒരു 4 കിൻറ്റൽ 5 കിൻറ്റലിൻ്റെ മേലെ ഇഞ്ചി ചെറിയ തോതിൽ നോക്കിയാൽ കിട്ടും. നല്ല രീതിയിൽ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇതായത് ഈ സാധനം ഈ ഒരു കഷ്ടത്തിൽ നിന്നാണ് ഇത്രയും കിട്ടുന്നത്. അപ്പോൾ അതൊരു വലിയൊരു നേട്ടമല്ലേ. വാണിജ്യാടിസ്ഥാനത്തിൽ ഇഞ്ചി കൃഷി ചെയ്ത് വിജയഗാഥ രചിച്ച വേലൂർ മച്ചിങ്ങൽ ദിലീപ് കുമാറിന് കൃഷി എന്നും ജീവവായു കൂടിയാണ്. വടക്കേക്കാട് പോലീസ് സ്റ്റേഷൻ കെട്ടിടത്തിന് ഭീഷണിയായിരുന്ന മരങ്ങൾ മുറിച്ചുമാറ്റി. 2 മഹാഗണി, 1 ഉങ്ങ്, 3 മരുത് എന്നീ മരങ്ങളാണ് മുറിച്ചുമാറ്റിയത്. കാലപ്പഴക്കമുള്ള മരങ്ങൾ സ്റ്റേഷൻ കെട്ടിടത്തിനും സമീപത്തെ മതിലിനും ഭീഷണിയായപ്പോൾ സർക്കാരിന്റെ നിർദ്ദേശപ്രകാരം ഫോറസ്റ്റിന്റെ നേതൃത്വത്തിൽ ലേലം വിളിച്ചാണ് മരങ്ങൾ മുറിച്ചുമാറ്റിയത്. വെള്ളിത്തിരുത്തി ബ്ലൂമിംഗ് ബഡ്സ് ബദാനിയ സീനിയർ സെക്കൻഡറി സ്കൂളിലെ പ്രകൃതി ക്ലബ് അംഗങ്ങളായ വിദ്യാർത്ഥികൾ പീച്ചിയിലെ കേരള ഫോറസ്റ്റ് റിസർച്ച് ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് പഠനയാത്ര നടത്തി. വനസംരക്ഷണം, ജൈവ വൈവിധ്യം, വന്യജീവി സംരക്ഷണം എന്നിവയെക്കുറിച്ച് നേരിട്ടുള്ള അറിവ് നേടുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു യാത്ര. KI ഇഹ്തിഹം വിദ്യാർത്ഥികൾക്ക് വനം സംബന്ധമായ ഗവേഷണ പ്രവർത്തനങ്ങൾ, അപൂർവ സസ്യവർഗ്ഗങ്ങൾ, വനസംരക്ഷണ പദ്ധതികൾ എന്നിവയെക്കുറിച്ച് വിശദീകരിച്ചു. പ്രദർശനശാലകളും ഗവേഷണ വിഭാഗങ്ങളും വിദ്യാർത്ഥികൾ സന്ദർശിച്ചു. പ്രകൃതി സംരക്ഷണത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കുകയും വിത്തുകളുടെ ശേഖരണം, വിവിധതരം മുളകൾ, ചിത്രശലഭങ്ങൾ, വന്യജീവി മ്യൂസിയം തുടങ്ങിയ ഇടങ്ങളിലും വിദ്യാർത്ഥികൾ സന്ദർശനം നടത്തി. പരിസ്ഥിതി ബോധവൽക്കരണത്തിനും അനുഭവപാഠങ്ങൾ നേടുന്നതിനും സഹായകരമായ പഠനയാത്ര വിദ്യാർത്ഥികൾക്ക് പുതിയ അറിവും ആത്മവിശ്വാസവും നൽകി. സ്കൂൾ മാനേജർ ഫാദർ ബെഞ്ചമിൻ OIC, സ്കൂൾ പ്രിൻസിപ്പൽ ഷേബ ജോർജ്, വൈസ് പ്രിൻസിപ്പൽ C രാധാമണി, കോർഡിനേറ്റർ TS സുരേഖ, അധ്യാപിക TR രാധിക എന്നിവർ പഠനയാത്രയ്ക്ക് നേതൃത്വം നൽകി. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 12,770 രൂപ, പവന് 1,02,160 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 252 രൂപ. വീണ്ടും പ്രധാന വാർത്തകളിലേക്ക്.
കുന്നംകുളത്ത് ബൈക്ക് നിയന്ത്രണം വിട്ട ഇലക്ട്രിക് പോസ്റ്റിലിടിച്ച അപകടം 2 യുവാക്കൾക്ക് ദാരുണാന്ത്യം. കാവിലക്കാട് സ്വദേശികളായ സുഹൃത്തുക്കളാണ് മരിച്ചത്. ചാവക്കാട് തിരുവത്ര അത്താണി ദേശീയപാതയിൽ അജ്ഞാത വാഹനമിടിച്ച ബൈക്ക് യാത്രികൻ മരിച്ചു. ചൊവ്വന്നൂരിൽ ലഹരി മാഫിയ ആക്രമണം. ചീരൻ വീട്ടിൽ മിനിയുടെ വീടിന്റെ ജനൽ ചില്ലുകൾ 4-അംഗ സംഘം തകർത്തു. കുടുംബത്തിനെതിരെ കൊലവിളിയും. പെലക്കാട്ട് പയ്യൂരിൽ ബന്ധുവായ പെൺകുട്ടിയെ ശല്യം ചെയ്തത് ചോദ്യം ചെയ്തതിന് വീട് അടിച്ചു തകർത്തു. കുടുംബാംഗങ്ങൾക്ക് നേരെയും ആക്രമണം. കുന്നംകുളത്ത് ഓടിക്കൊണ്ടിരുന്ന BMW കാറിന് തീപിടിച്ചു. കാറിലുണ്ടായിരുന്ന കുടുംബം അത്ഭുതകരമായി രക്ഷപ്പെട്ടു. പഴഞ്ഞി സ്കൂൾ ഗ്രൗണ്ടിൽ തീപിടുത്തം. സ്റ്റേജിന് സമീപം കൂട്ടിയിട്ടിരുന്ന പാഴ്മര ശിഖരങ്ങൾക്കാണ് തീപിടിച്ചത്. എരുമപ്പെട്ടിയിൽ കുന്നിൻ പറമ്പിലും അഗ്നിബാധ. മലയാളത്തിന്റെ ഭാവഗാനം നിലച്ച് 1 വർഷം. നിത്യവിസ്മയം തീർത്ത ഭാവഗാനങ്ങൾ കൊണ്ട് മലയാളി മനസ്സിൽ ചിരപ്രതിഷ്ഠ നേടിയ P. ജയചന്ദ്രന്റെ ഓർമ്മകൾക്ക് ഒരാണ്ട്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.